ഹരി ഓം. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ ചാലിസ് 4-ാം ഭാഗം. അഷ്ടസിദ്ധി നവനിധി കേ ദാത അസവരദീന ജാനകി മാത. അഷ്ടസിദ്ധി 8 സിദ്ധികൾ, നവനിധി 9 നിധികൾ ദാദ കൊടുക്കും. അസ് അങ്ങനെയുള്ള വരം ദീന് തന്നത് ജാനകി മാത, ജാനകി ദേവി. നമുക്ക് നോക്കാം എന്താ അഷ്ടൈശ്വര്യങ്ങൾ, അഷ്ടനിധികൾ. അഷ്ടൈശ്വര്യങ്ങൾ പറഞ്ഞ അണിമ, ഏറ്റവും ചെറുതാവല്, മഹിമ, ഏറ്റവും വലുതാവുക, ഗരിമ, ഏറ്റവും കനം കൂടി വരിക, കൂട്ടുക, ലഘിമ, ഏറ്റവും കനം കുറഞ്ഞതാവുക, ഈശിത്വം അതായത് രക്ഷാസാമർഥ്യം, വശിത്വം ആകർഷിക്കാനുള്ള കഴിവ്, വശീകരിക്കാനുള്ള കഴിവ്, പ്രാപ്തി എന്തും നേടാനുള്ള കഴിവ്, പ്രാകാശ്യം എവിടെയും ശോഭിക്കാനുള്ള ആ കഴിവ്. ഇതാണ് ഐശ്വര്യങ്ങൾ പറയുന്നത്. അങ്ങനെ അഷ്ടസിദ്ധികളാണ് പറയുന്നത്. പിന്നെ നവനിധി 9 നിധികൾ പറയുന്നുണ്ട്. 9 നിധികൾ പത്മം, മഹാപത്മം. പത്മം എന്ന് പറഞ്ഞാൽ താമരയുടെ ആകൃതിയിലിരിക്കുന്നത്. അത് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാൾക്ക് കിട്ടണതാ, ഒപ്പം ഉണ്ടാവും, ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നതാ കൂടെ. മഹാപത്മം അത് വലിയ താമര. ഇതുള്ളവർ നന്നായി സമ്പാദിക്കും, പൈസ സമ്പാദിക്കും. സമ്പാദ്യം മാത്രമല്ല, ആ സമ്പാദ്യം അവർക്ക് 7 തലമുറ വരെ ഉണ്ടായിരിക്കും. പിന്നെ നീളനിധി, അത് നീല രത്നക്കല്ല് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത്. ഇവരൊക്കെ നന്നായി ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇത് 3 തലമുറ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ശംഖനിധി, അത് ശംഖിനെ സൂചിപ്പിക്കുന്നതാ. ആവശ്യത്തിന് മാത്രം സമ്പാദിക്കുള്ളൂ സ്വത്ത്, അങ്ങനെയുള്ളവരാ ഈ ശംഖനിധിക്കാർ. മകരനിധി, അത് മുതലയുടെ ഒരു അടയാളമാണ്. ഇതിന് തമോ ഗുണമാണ്, ഇതുള്ള തമോ ഗുണമുള്ളതായിരിക്കും. പിന്നെ കച്ചപനിധി, ഇത് ഇവർ സമ്പാദിക്കും, അത് ചിലവാക്കില്ല, സ്വന്തം ഇഷ്ടത്തിന്, അല്ലാണ്ട് ഒന്നും ചിലവാക്കില്ല. മുകുന്ദനിധി, ഇത് ഒരു തലമുറ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു നിധി ഒരാളുടെ കൈവശം. കാരണം ഇത് സ്വാസ്ഥ്യഗുണം ഇല്ലാത്തത് കൊണ്ട് ഈ നിധി പെട്ടെന്ന് പോകുന്ന പറയുന്നത്. നന്ദനിധി ദീർഘായുസ് ഉണ്ടാവും. ഇതുള്ള ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടാവും. പിന്നെ വലിയ മോഹം ഉള്ളവരായിരിക്കും ഇവർ സ്വയം അവരെ തന്നെ പ്രശംസിക്കുന്ന നടക്കുന്ന ആളുകളാണ് ഈ നന്ദനിധി ഉള്ളവർ. കർവനിധി, ഇവർ ഭയങ്കര സൂത്രക്കാരാവും. സ്വത്ത് നേടും. എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് സ്വത്തൊക്കെ ഇങ്ങനെ നേടും ഒക്കെ. പക്ഷെ അവർക്ക് തന്നെ ആവശ്യത്തിന് പോലും എടുക്കില്ല. അങ്ങനെയാണ് ഈ അഷ്ടസിദ്ധികളും പിന്നെ നവനിധികളും ഹനുമാൻ സ്വാമി തൻ്റെ ഭക്തർക്ക് ഇഷ്ടം പോലെ കൊടുത്ത് അനുഗ്രഹിക്കുന്ന പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ കൊടുത്തുള്ള ജാനകി മാത, ഇതൊക്കെ കൊടുത്തുള്ള ജാനകി ദേവി, സീതാദേവി കൊടുത്തിരിക്കുന്നതാണ് ഇത് ഹനുമാൻ സ്വാമിക്ക് കൊടുത്തുള്ള അനുഗ്രഹം. അതൊക്കെ അപ്പം അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ ഞാൻ നമസ്കരിക്കുന്നു, വന്ദിക്കുന്നു. രാമരസായന തുമ ഹരി പാസ സാധാരഹോ രഘുപതി കേ ദാസ. രാമരസായന, രാമൻ എന്ന ആ സിദ്ധൌഷധം. തും ഹരേ, നിങ്ങളുടെ പാസ, നിങ്ങളുടെ അടുത്ത്, സദാരഹോ എന്നും നിലനിൽക്കും, എന്നും ഉണ്ടാവും എന്ന് പറയാം. രഘുപതിക്ക് ദാസ ഹനുമാൻ സ്വാമി. അപ്പോൾ ഇത് പറയണത് വാർദ്ധക്യത്തെ തടയാനും പിന്നെ രോഗങ്ങൾ ഇല്ലാതാക്കാനും പിന്നെ നമുക്ക് ആരോഗ്യത്തിനും രാമനാമം കൊണ്ട് സാധിക്കും എന്ന് ഉറപ്പ് പറയാം ഇവിടെ.
ആ ദിവ്യ ഔഷധം രാമനാമം എന്ന ദിവ്യ ഔഷധം എന്നും നിങ്ങളെ യൗവന യുക്തരാക്കും എന്നും പറയുന്നു. तुम हरे भजन राम को पावे, जन्म जन्म के दुख बिसरावे. തും ഹരേ ഭജ, നിങ്ങളുടെ ഭജനം, ഓരോ ഭജനവും രാമൻ്റെ ശ്രീരാമസ്വാമിയുടെ പാവേ സേവകനെ ജന്മജന്മക്ക് ജന്മാന്തരമുള്ള ദുഃഖ ബിസ്രാവേ, അതില്ലാതാക്കും, എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നു. ആ ജന്മാന്തരങ്ങളിലെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാക്കും. നിങ്ങൾക്ക് ഈ ഇത് വായിച്ച അവിടെ ഹനുമാനെ ഭജിച്ചാൽ നമ്മുടെ എല്ലാ ജന്മജന്മാന്തരങ്ങളെ എന്തൊക്കെ ദുഃഖങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഹനുമാസ്വാമിയെ നിൽക്കുന്നത്. അന്ത്കാല രഘുവര പുരജായി ജഹാം ജന്മ ഹരിഭക്ത് കഹായി. അന്ത്യകാല അവസാന കാലത്തിൽ രഘുവരപുരജായി, രഘുവരപുര പറഞ്ഞ വൈകുണ്ഠം, ചായി പോണു, വൈകുണ്ഠത്തിലേക്ക് പോവാം. ജഹാം ജന്മ ഹരിഭക്ത് കഹായി, അതായത് ജഹാം ജന്മ ഹരിഭക്ത്, അവിടെ പുനർജന്മം ഉണ്ടാവില്ല, അഥവാ ഉണ്ടായാൽ പോലും വിഷ്ണുഭക്തനായിത്തീരും എന്നാണ് പറയുന്നത്. ഹനുമാൻ ചാലിസ ചൊല്ലുന്നവർക്ക്, ഹനുമാസ്വാമിയെ സേവിക്കുന്നവർ ജീവിതാന്ത്യത്തിൽ ശ്രീരാമസ്വാമിയെ പുൽകാനും, അതായത് വിഷ്ണു ലോകപ്രാപ്തി നേടാനും വിഷ്ണു ഭക്തനായി തീരാനും സാധിക്കും. ആരാണോ ശ്രീരാമനെ ഭജിക്കുന്നത് അവർ ഹനുമാൻ ഭക്തൻ കൂടിയാണ്. ആരാണോ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് അവർ ശ്രീരാമ ഭക്തനുമാണ്. അവർക്ക് പുനർജന്മം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, അഥവാ ഉണ്ടായാൽ പോലും അവർ അടുത്ത ജന്മം അവർ തീർച്ചയായും അവർ വിഷ്ണു ഭക്തനായി തീരും, അവർക്ക് മോക്ഷം കിട്ടും എന്ന് പറയുന്നു. ഔർ ദേവത ചിത്തനദരയി ഹനുമത് സേയി സർവസുഖ കരയി. ഔർ ദേവത മറ്റു ദേവന്മാരെ ചിത്തിനദരയി, അതായത് ആരാധിക്കേ വേണ്ട എന്ന് പറഞ്ഞു, മനസ്സിൽ നമ്മൾ കൊണ്ടെടുക്കേ വേണ്ട, ആരാധിക്കേ വേണ്ട. ഹനുമത് സേയി, ഹനുമാൻ സ്വാമീനെ സേവ ചെയ്ത സർവസുഖകരയി, നമുക്ക് എല്ലാ സുഖങ്ങളും കിട്ടും എന്നാ പറയുന്നു. ഇത് സൂർദാസ് അല്ല തുളസിദാസ്, രണ്ടും തന്നെ തുളസിദാസ് പറയുന്നതാണിത്. മനസ്സിൽ മറ്റു ദേവതാ സങ്കല്പങ്ങളുടെ ആവശ്യമേ വേണ്ട, ഹനുമാൻ സേവ കൊണ്ടു തന്നെ നമുക്ക് സകല സുഖപ്രാപ്തിയും ഉണ്ടാവും എന്നിവിടെ ഉറപ്പ് പറയുന്നു തുളസിദാസ്. संकट कड़े मिटे सब पीरा, जो सुमिरे अनुमद बलवीര. സങ്കടം എല്ലാ സങ്കടവും ഇല്ലാതാക്കുന്നു. മിട്ടേ സബ് പീര, എല്ലാ വേദനകളും ഇല്ലാതാക്കുന്നു. ജോ സുമിരെ, ആരാണോ ഹനുമാൻ സ്വാമി ഓർക്കുന്നത്, ഹനുമത് ബലവീര, ഹനുമാൻ സ്വാമി ഓർക്കുന്നത്, അപ്പോൾ അവനെ ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ അവന് എല്ലാ സകല ദുഃഖങ്ങളിൽ നിന്ന് സകല സങ്കടങ്ങളിൽ നിന്ന് മോചനം കിട്ടും എന്നിവിടെ ഉറപ്പ് പറയണം. എന്തൊക്കെ പീഡകളുണ്ട് അതൊക്കെ അകറ്റി ആ ആളിനെ അതുല്യ ബലവാനായ ഹനുമാൻ സ്വാമി പരിപാലിക്കുന്നു. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ ഞാൻ നമസ്കരിക്കുന്നു. ജയ് 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 ഹനുമാൻ ഗോസായി, കൃപാ കരഹു ഗുരുദേവകിനായി. ജയ് 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 ഹനുമാൻ ഗോസ്വാമി സന്യാസി. ഹനുമാനെ ഞാൻ ജയ് പറയുന്നു ഇവിടെ. കൃപാ കരഹു കൃപ കാണിച്ചാലും എന്നിൽ കൃപ കാണിക്കണേ ഗുരുദേവനെ പോലെ, ഗുരുദേവക്കിനായി, ഗുരുദേവനെ പോലെ എന്നിൽ കൃപ കാണിക്കുക. ഹനുമാൻ സ്വാമി ഗുരുസ്ഥാനത്താണ് എനിക്ക് എന്ന് തുളസിദാസ് പറയുന്നു. പിന്നെ എനിക്ക് ഗുരുവിന് തുല്യമാണ്, ഋഷി തുല്യനാണ് ഹനുമാൻ സ്വാമി. ആ ഹനുമാൻ സ്വാമി എനിക്ക് സൂർദാസ് പറയണം, ആരാണോ ഞാൻ എഴുതിയ സൂർദാസ് എഴുതിയ അല്ലെങ്കിൽ രണ്ടും ഒന്നാണ് കേട്ടോ, അല്ലെങ്കിൽ തുളസിദാസ് എഴുതിയ ഈ ഹനുമാൻ ചാലീസ് ആരാണോ വായിക്കുന്നത് അവർക്ക് ഹനുമാൻ സ്വാമി എപ്പോഴും കൂടെ ഉണ്ടാവും, അനുഗ്രഹമായിട്ട് നിൽക്കുമെന്ന് പറയാം. ജോ ശതബാർ പാടുക്കർ ഹോയി, ചുടഹി ബന്ദി മഹാസുഖ ഹോയി. ജോ ശതബാർ, ആരാണോ ശതബാർ 100 തവണ,
പാട് കർ ഹോയി ഇങ്ങനെ വായിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഹനുമാൻ ചാലിസ ചെല്ലുന്നത്. ചൂഡഹി ബന്ദി അവൻ മുക്തനാവുന്നു, എല്ലാ ബന്ധനത്തിൽ നിന്നും മുക്തനാവുന്നു. മഹാസുഖോയി അവൻ പരമാനന്ദനാവിത്തുന്നു, അവൻ ഇപ്പം സന്തോഷവാനായി ഇതിരുന്നവൻ. അവൻ എന്താ ഹനുമാൻസ്വാമിയുടെ ഇത് ചെല്ലുന്ന ആൾ ആരായാലും എല്ലാ ബന്ധത്തിൽ നിന്നും മുക്തനാവുകയും ചെയ്യും. അവൻ ആ മരിക്കുകയല്ല, അവൻ വൈകുണ്ഠം തന്നെ പ്രാപിക്കും എന്ന് പറയണം. ജോയക് പടേ ഹനുമാൻ ചാലീസ ഹോയ സിദ്ധി സാഖി ഗൗരീസ. ജോയക് പടേ ആരാണോ ഇത് മനസ്സിരുത്ത്, പഠിക്കുക മനസ്സിരുത്ത് വായിക്കുന്നത് ഹനുമാൻ ചാലീസ് ഹോയ സിദ്ധി അതിന് സിദ്ധി ലഭിക്കുന്നു. സാഖി ഗൗരീശ സിദ്ധി ലഭിക്കുന്നു. സാഖി പറഞ്ഞ സാക്ഷി ഭഗവാൻ, അത് പരമശിവൻ തന്നെ സാക്ഷി പറയണത്, പരമശിവൻ തന്നെയാണ് ഇത് പറയണത്. അതെന്താ വെച്ചാൽ സൂർദാസിനെ അക്ബർ ചക്രവർത്തിയുടെ തടവറയിൽ ഇട്ട സമയത്ത് ഈ സൂർദാസിനോട് അല്ലെങ്കിൽ തുളസീദാസിനെ ഹനുമാൻ ചാലിസ എഴുതാനും അത് വായിക്കാൻ ഉള്ള ആ കഴിവ്, ആ ഒരു പ്രചോദനം കൊടുത്ത് ശിവനാണ് പറയുന്നത്. ആ ശിവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഹനുമാൻ ചാലിസ രചിച്ചിരിക്കുന്നത് സൂർദാസ്. അപ്പം അതുകൊണ്ട് ആരാണോ മനസ്സിരുത്തി ഇത് ചൊല്ലുന്നത് അത് ആരായാലും അവന് ആ സൂർദാസ് പറയണത്. അപ്പോൾ ആ ചാലീസ് എഴുതിയ അത് ശിവൻ്റെ നിർദ്ദേശപ്രകാരം, അത് ആ ശിവൻ്റെ ആജ്ഞപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവന് പരമശിവൻ പറയണതാണിത്, ഗ്യാരണ്ടി കൊടുക്കണം, ഞാൻ ഗ്യാരണ്ടി കൊടുക്കണമെന്നാണ് പറഞ്ഞത് മഹാദേവൻ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവും എന്ന് ഉറപ്പ് കൊടുക്കണം മഹാദേവൻ. തുളസീദാസ് സദാ ഹരിചേര കിജയ്നാഥ് ഹൃദയ മഹാഡേര ഹൃദയ അഹം ഡേര. തുളസീദാസ് സദാ ഹരിചേര കിജയ്നാഥ് ഹൃദയ അഹം ഡേര. തുളസീദാസ് സാക്ഷാൽ ഹരിദാസനാണ്, അതായത് ഹരിദാസൻ തന്നെ, പക്ഷേ രാമൻ്റെയും ദാസനാണ്. പിന്നെ ഞാൻ ശ്രീകൃഷ്ണദാസനാണ് എന്ന് പറയുന്നത് ശ്രീരാമൻ തന്നെയാണല്ലോ ശ്രീകൃഷ്ണൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രീരാമൻ്റെയും ദാസനാണ് എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വരണം ശ്രീകൃഷ്ണദാസനാണ്, ശ്രീരാമദാസൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വരണം ഹനുമാൻസ്വാമിയോട് പറഞ്ഞത്. അത് തുളസീദാസോട് പറയുന്നത്, എപ്പോഴും ശ്രീകൃഷ്ണൻ്റെ ദാസനാണ് ഞാൻ, എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും എന്നെ അനുഗ്രഹിച്ചാലും എന്നാണ് ഇവിടെ തുളസീദാസ് പറയുന്നത്. പിന്നെ അവസാനം മംഗളം പറയണത്, പവന തനയ സങ്കടഹരണ മംഗളമൂർത്തി രൂപ രാമലകൻ സീതാ സഹിത് ഹൃദയവസുരഭൂപ. വായുപുത്രനും പിന്നെ എന്താ പറയുക ഉമാപതി, ഉമ്മയുടെ ഭർത്താവുമായ മഹാദേവൻ സാക്ഷി നിർത്തി പറയുന്നത് എന്താ വെച്ചാൽ ഈ ഹനുമാൻ ചാലിസ ജനിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവും. പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള പഠിപ്പും ഒക്കെ ഉണ്ടാവും, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാക്കാനും എല്ലാറ്റിനും നല്ലതാണ് പറയാം. ഹനുമാൻ സ്വാമി സങ്കടം ഇല്ലാതാക്കുന്നവനും മംഗളം സ്വരൂപനുമാണ്, മംഗളമൂർത്തി കൂടിയാണ് പറയാം ഹനുമാൻ സ്വാമി. ഇപ്പോൾ രാമലക്ഷ്മണന്മാരോടും സീതാദേവിയോടും ഒപ്പം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കുടികൊള്ളണമേ ഇവിടെ പറയണത്. അങ്ങനെയുള്ള സീതാവിപ്പം ഹനുമാൻ സ്വാമി അല്ലെ ഞാൻ വന്ദിക്കുന്നു. സമയം മഹാദേവിക്ക് ജയ്. വായുപുത്ര ഹനുമാൻ സങ്കടങ്ങളെല്ലാം ഇല്ലാതാക്കുവൻ, മംഗളം തരുന്നവൻ, സീതയോട് ഒപ്പമുള്ള പാർവതിയുടെ ഭർത്താവായ സീതാ സഹിത ഹൃദയത്തിൽ, അത് പാർവതി ഭർത്താവായ മഹാദേവൻ പരമേശ്വരൻ എല്ലാം ഐശ്വര്യങ്ങളും ഉണ്ടാക്കി തരുന്നു ഈ ഹനുമാൻ ചാലിസ ചെല്ലുമ്പോൾ. ഇവിടെ ഉറപ്പ് കൊടുക്കണം ചെല്ലുന്നവർക്ക് ഹനുമാൻ സ്വാമി. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ ഞാൻ വന്ദിക്കുന്നു. ഹരി ഓം.